ഹായ് ഓൾ, മിനാഷ് ബ്ലോസ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു ജോലി അന്വേഷിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാണോ ആണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ പലപ്പോഴും വീട്ടിൽ കുറേ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയമെങ്കിലും ബോറടിച്ചിരിക്കുന്നവരാണോ? ഓക്കെ, ബോറടിയൊന്നുമില്ല, നമുക്ക് മൊബൈൽ കാണുകയോ അല്ലെങ്കിൽ TV കാണുകയോ ഒക്കെ ചെയ്യാം അല്ലേ. പക്ഷേ നിങ്ങളുടെ ഒപ്പം പഠിച്ചിരുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ സമപ്രായക്കാർ അവരൊക്കെ ജീവിതത്തിലൊരു ചേഞ്ചസ് കൊണ്ടുവരുന്നത് കാണുമ്പോൾ നിങ്ങളൊരു പക്ഷേ റിഗ്രറ്റ് ചെയ്തെന്നിരിക്കും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ. ഇപ്പോൾ വളരെ കുഴപ്പമില്ല, വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. നമ്മുടെ ജീവിതത്തിലെ ഡെയിലി റൂട്ടീനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടേതായ കാര്യങ്ങളിലൊക്കെ മുഴുകി ഇങ്ങനെ ഇരിക്കും. പക്ഷെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ സമപ്രായക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അത് മറ്റൊരു നിലവാരത്തിലേക്ക് ഉയർന്നത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും റിഗ്രറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വളരെ ചെറിയ സമയമാണെങ്കിലും എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഹോബി ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾക്ക് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് അതിൽ നിന്നൊരു വരുമാനം നേടാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് താല്പര്യം എന്ന് കണ്ടെത്തുക. സപ്പോസ് നിങ്ങളൊരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ചോ. നിങ്ങൾക്ക് നടക്കാൻ പോകണോ, ഓടാൻ പോകണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കൊരു ജിമ്മിൽ പോകാൻ സാധിക്കും അല്ലേ. അതൊരു ഹാബിറ്റായിട്ട് അങ്ങ് ജസ്റ്റ് നിങ്ങൾ ജിമ്മിൽ പോകുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുള്ളതാണെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും അല്ലേ. നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അതിലൊരു എക്സ്പേർട്ടായിട്ട് തീരും. നിങ്ങൾക്ക് എക്സ്പേർട്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള എന്ത് കാര്യങ്ങളും നമ്മളൊരു ഹാബിറ്റായിട്ട് എടുത്താൽ നമ്മളതിൽ മാസ്റ്റർ ആയി കഴിയുമ്പോൾ നമുക്കതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല, നമ്മുടെ താല്പര്യങ്ങൾ എന്തുമായിക്കോട്ടെ. സപ്പോസ് നമുക്ക് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ചെറിയ രീതിയിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിലുള്ള പച്ചക്കറികൾ നമ്മൾ ചെയ്തെടുത്താൽ, അതിലൂടെ നമുക്കൊരു പാഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ, അതിലൂടെ നമുക്ക് കുറേ അറിവുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ, കുറച്ച് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ കുറച്ച് സ്ഥലത്ത് നിന്ന് പോലും നമുക്ക് ഇൻകം നേടാനായിട്ട് സാധിക്കും. വളരെ 25-30 സെൻറ്റിൽ നിന്നൊക്കെ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്ത് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതിപ്പോൾ വെജിറ്റബിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൂവിൻ്റെ ഫ്ലവേഴ്സൊക്കെ ആയിക്കോട്ടെ, പൂക്കൃഷി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്. അതുപോലെ നിങ്ങൾ ബ്യൂട്ടി കോൺഷ്യസ് ആണെന്ന് വെച്ചോ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. അത് നിങ്ങൾ പുതിയ പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ വരുന്നത് പരീക്ഷിക്കുന്നു. അങ്ങനെ കുറേ അറിവ് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടീഷ്യനായിട്ട് മാറാനും ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനും സാധിക്കും അല്ലെ. അങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വളരെ താല്പര്യമുള്ള ആളാണ്, നിങ്ങളെ കൊണ്ട് വളരെ ഈസി ആയിട്ട് ചില ഇവൻറ്റുകളൊക്കെ മാനേജ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഇവൻറ്റുകളൊക്കെ ഏറ്റെടുത്ത്, നിങ്ങൾക്ക് വീടിനടുത്തുള്ള ഇവൻറ്റുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് പെറ്റ് ഇഷ്ടമാണെന്ന് വെച്ചോ, ചെറിയ ചെറിയ പെറ്റ്, ഇപ്പം ഡോഗ്, ക്യാറ്റ്, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ബേർഡ്സ്, ഇതൊക്കെ താല്പര്യമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഈ പെറ്റ്സിനെയൊക്കെ അവരവിടെ ഇല്ലാത്ത സമയത്ത് അവർക്ക് കെയർ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ ഒരു പെറ്റ് കെയർ സെൻറ്റർ നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് സാധിക്കും. അധികമൊന്നും വേണ്ട, 1-2 പെറ്റ്സിനെ അവർ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് കെയർ ചെയ്യുക, അതിൽ നിന്ന് ചെറിയൊരു വരുമാനം കണ്ടെത്തുക. സ്ലോലി, നമ്മളൊരിക്കലും പെർഫെക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ഞാനിതെല്ലാം പഠിച്ചിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. ഓരോന്ന് ചെയ്താണ് പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ അത് വിദ്യാഭ്യാസം അനുസരിച്ച് നമുക്ക്, നമ്മുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ കണ്ടെത്താനും പ്രവൃത്തിയിൽ കൊണ്ടുവരാനായിട്ടും സാധിക്കും. ഈവൻ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് എഴുതാൻ അറിയാമെന്ന് വെച്ചാൽ, നല്ല ഹാൻഡ് റൈറ്റിംഗ്, കുറച്ച് കുട്ടികളെ എങ്ങനെ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുത്താം എന്നുള്ളത് ഒരു ക്ലാസ് ആയിട്ട് എടുത്താൽ പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെ നമ്മൾ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെ പോയി നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, നമുക്ക് എങ്ങനെ നമ്മുടെ സ്കില്ലുകൾ മറ്റുള്ളവർക്ക് മാർക്കറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സാധിക്കും, പിന്നെ എന്തൊക്കെയാണ് ഇതിനുള്ള സ്റ്റെപ്പ്, എങ്ങനെ നമ്മുടെ താല്പര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും, ഇതൊക്കെ ഒരു ചോദ്യമായിരിക്കും. എനിക്ക്
ഇന്ന കാര്യമാണ് താല്പര്യം, അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ വ്യക്തമായുള്ള ഒരു ഐഡിയ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലായിരിക്കാം. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലൈവ് സെഷൻ വരുന്നുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 2-ാം തീയതി 8:30 നൈറ്റ്. ആ സമയത്ത് നിങ്ങൾ ഈ ചാനലിൽ എത്തിയാൽ മതി. നിങ്ങൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മിസ്സാകാതെ വരാനായിട്ട് പറ്റും. നോട്ടിഫിക്കേഷന് ഒന്ന് ജസ്റ്റ് എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഫെബ്രുവരി 2 8:30 നൈറ്റ് ലൈവ് വരുന്നുണ്ട്. അവിടെ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ നീഷ് അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ എങ്ങനെ കണ്ടെത്താം, നിങ്ങളുടെ എങ്ങനെ അത് ഒരു സ്കില്ലാക്കി വളർത്തിയെടുക്കാം, വളർത്തിയെടുത്താൽ എങ്ങനെ നിങ്ങൾക്കത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസാക്കി മാറ്റി എങ്ങനെ നിങ്ങൾക്കത് മാർക്കറ്റിലെത്തിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ആവശ്യക്കാരെ കണ്ടെത്താം. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് അന്നത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അത് മിസ്സാകാതിരിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു സ്കില്ലുണ്ട്. നമ്മളെല്ലാവരും യൂണീക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു സ്കില്ലുണ്ട്. ആ സ്കിൽ എന്താണെന്ന് കണ്ടെത്തി നിങ്ങൾക്ക് ഇൻകം നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഭാവിയിൽ പറയാൻ പറ്റത്തില്ല, നിങ്ങളൊരു വലിയൊരു ഓൺട്രപ്രണർ ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നിങ്ങളുടെ സ്കില്ല് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് അത് കൃത്യമായി മാർക്കറ്റിലെത്തിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു ഓൺട്രപ്രണറായിട്ടൊക്കെ മാറാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഒരു ചെറിയ തുടക്കമായിരിക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കുക, എന്താണ് എനിക്ക് താല്പര്യമുള്ളത്, എന്ത് സ്കില്ലാണ് എനിക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ആലോചിച്ച് വെക്കാം. നമ്മളപ്പോൾ ഫെബ്രുവരി 2-ാം തീയതി കാണുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ലൈവിൽ അറ്റൻഡ് ചെയ്യുക. നമുക്കൊരു പുതിയ തുടക്കം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ.